ഹായ് നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് തനി നാടൻ ടേസ്റ്റിൽ ഒരു ചിക്കൻ ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശാലയുടെ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഡിസംബർ 30 ലാസ്റ്റ് ഡേറ്റ്. ഇതുവരെ ഉത്തരങ്ങൾ അയക്കാത്തവർ ഉത്തരങ്ങൾ അയക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാല എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി 2 കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം തക്കാളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതിനാവശ്യമായ മസാലകൾ, അതായത് ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 എണ്ണം കാശ്മീരിയും 3 എണ്ണം സാധാരണ വറ്റൽമുളകുമാണ്. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ് പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് അത് പൊടിച്ചെടുക്കണം. ഈ വറുത്തെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് നമ്മുടെ മസാലയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മല്ലിയും 1 ടേബിൾ സ്പൂൺ മല്ലിയും ഉലുവയും പെരുംജീരകവും കുരുമുളകും കൂടെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ, മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രുചിയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. കണ്ടതുപോലെ 2ആയിട്ട് മുറിച്ചിട്ടിട്ട് വറ്റൽമുളകും കൂടെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. വറുത്തിട്ട് നന്നായിട്ടും തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ മസാല എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഗരം മസാല ഇപ്പോൾ പൊടിച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആ മസാല പൊടിച്ചപ്പോൾ ഇടാതിരുന്നത്. അല്ലെന്നെങ്കിൽ അതിൽ കൂടെ തന്നെ കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടെ ചേർത്തും പൊടിക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഉണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല മുരിഞ്ഞിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ചിക്കൻ ഞാൻ നന്നായി കഴുകി ക്ലീനാക്കി ഉപ്പിട്ട് വച്ചിട്ടുണ്ട്. അതായത് ഒരു 250 ഗ്രാം ചിക്കൻ്റെ അളവാണ് ഈ പറയുന്ന മസാല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. 250 ഗ്രാം ചിക്കനാണ് ഇത്. കണ്ടോ, കഴുകി ക്ലീനാക്കി ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ആ ചിക്കൻ്റെ പീസസിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രൈ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഈ ഉപ്പും എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ചൂടായി വന്നപ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴേ നമുക്ക് ആ തനി നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ കറിവേപ്പില ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ ഓയിലിലേക്ക് വേണം നമ്മുടെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. കറിവേപ്പില നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇട്ടുകൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ.
ചിക്കനൊക്കെ ഏതാണ്ട് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, അതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, അതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് വരത്തുമില്ല. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കോരിയെടുക്കുക. അപ്പോൾ ഓയിലൊന്നും തന്നെ അത് വലിച്ചെടുക്കില്ല. നമ്മുടെ ചിക്കനൊക്കെ നല്ല മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട് ചിക്കൻ. നല്ല മണമാണിത് പൊരിച്ചെടുക്കുമ്പോൾ. ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കറിവേപ്പിലയും ഈ മസാലകളൊക്കെ കൂടെ മുരിഞ്ഞ് വരുന്ന മണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്